बस ना, अब आप लोग, हम लोग एक जगह रुके, आप लोग हमको पीछे पीछे कर रहे हो. Sir, have you completed the process? Sir, have you completed the process? चलो. Sir, please. हाँ, शुरू करें. या. हाँ. वो पूरे 4 तारीख. On. Sir, have you completed the process or submitted the report? Listen, Please. just please be quiet. On 4th the election results were declared. लाओ मुझे दे दो, मैं पकड़ लेता हूँ. आ गया. Easy. Sir, please follow. On 4th the election results were announced. On 4th the election results were announced. On 5th, immediately after that, both of us were instructed to go along with our General Secretary in charge, Deepa Das Munshi ji. We went on 6th to Kerala, and on 7th we had the meeting of Legislative Party. And today we have come back and we have submitted our report to the leadership, to the Congress president. And I think nothing could have happened in a quicker manner. So whatever days, whatever hours we had, we have fully utilized that. And we have submitted our report to the Congress president. By what time? Resolution भी pass करवा के दिया. Resolution has been passed. One-line resolution has been passed by the entire CLP unanimously, authorizing the Congress leadership to select the CLP leader. And that resolution, copy of that resolution also has been handed over. After that, we had held one-to-one discussions with individual MLAs, and whatever they have said, we noted it down. It is not only the names. Many people had many things to say. We have noted it down and we have submitted it to the High Command. Sir, when we can expect the declaration? Sir, when we can expect the declaration? ऐसा है, as far as the declaration is concerned, as I said, we haven't wasted even a single minute after 4th. So be rest assured, we are as eager to finish it off as soon as possible. Sir, Thank you. one photograph in interest was that you have there is one paper that is showing the this voting names of the MLAs. Sir, 1 minute. I'm aware about the photograph. I have seen it, and that is not reflecting the position. It is incorrect. It is not based on facts. That is മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം പുറത്ത് വരികയായിരുന്നു മുകുൾ വാസ്നിക്കും അജയ് മാക്കനും. എന്തായാലും പ്രതികരിച്ചത് കൃത്യമായി തന്നെ ഈ ചർച്ചകൾ ഇതുവരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ആ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനിയുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. അതോടൊപ്പം പുറത്തു വന്ന ആ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കൃത്യമായി അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കുന്ന തരത്തിലല്ല ചിത്രം എന്ന ഒരു പ്രതിരോധം മാത്രമാണ് മുകുൾ വാസ്നിക്ക് നൽകുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ചർച്ച ഈ നിമിഷം രാവിലെ മുതൽ തുടങ്ങിയതാണ്. റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമല്ല പൊതുവികാരം അറിയിക്കുക എന്നത് കൂടിയായിരുന്നു. അഖിലേന്ത്യാ അധ്യക്ഷനെ ഇക്കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തി. എന്താണ് ഓരോ MLA-മാരും സംസാരിച്ചത് എന്ന് പറഞ്ഞു. അതിനുശേഷം ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പൊതുവെ നേതാക്കൾ കാര്യങ്ങൾ വ്യക്തമാക്കി. എന്താണ് കേരളത്തിലെ പൊതുവികാരം എന്നത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ശരത്ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ശരത്ത്, എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി തീരുമാനത്തിലേക്ക് വരേണ്ടതാണ്. പക്ഷേ അപ്പോഴും ആ പുറത്തു വന്ന ആ ചിത്രം അത് ശരിയായ ചിത്രം എന്ന് തന്നെ സമ്മതിക്കുകയാണ്. പക്ഷേ അതല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു പ്രതിരോധം തീർക്കുക കൂടിയാണ് നിരീക്ഷകർ. അതെ അത് രുചീഷ്, അത് തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്ന അത് ശരി തന്നെയാണ്. ആ റിപ്പോർട്ട് അല്ല നിഷേധിച്ചിട്ടില്ല. പക്ഷേ അതല്ല റിഫ്ലക്റ്റ് ചെയ്യുക തങ്ങളുടെ റിപ്പോർട്ടിൽ എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മുകുൾ വാസ്നിക്. ഏതായാലും 1 മണിക്കൂർ ഏറെയാണ് സംസാരിച്ച് ചർച്ച ചെയ്ത് ദീപദാസ് മുൻഷിയും അതേപോലെ തന്നെ 2 നിരീക്ഷകരും. അവർ പറഞ്ഞ് തങ്ങളുടെ ജോലി എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ ജോലി തീർത്തു കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീരുമാനിക്കും കോൺഗ്രസ് പ്രസിഡന്റ്
ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നുള്ള രീതിയിലാണ് അവർ വ്യക്തമാക്കിയത്. ഏതായാലും നമുക്കിപ്പോൾ കാണാം. കാരണം എന്ന് പറഞ്ഞാൽ അജിത് മാക്കനും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മറ്റ് നിർദ്ദേശകരും മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ വളരെ പ്രത്യേകിച്ച് എന്താണ് അതിൻ്റെ പ്രൊസീജിയർ അല്ലെ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാലും ഇതിൽ MLA-മാരുടെ ഇതിൽ വളരെ വലിയ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് മുഗൾ വാസനിക്ക് പറഞ്ഞത് തങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ തങ്ങളുടെ പേരുകൾ പറഞ്ഞ അത് ശരിയാണ്, പക്ഷേ അതല്ല റിഫ്ലക്റ്റ് ചെയ്യുക തങ്ങൾ റിപ്പോർട്ടിൽ എന്നും വ്യക്തമാക്കി. ഏതായാലും ഒരു കാര്യത്തിൽ രുചിഷെ നമുക്ക് പറയാൻ കഴിയും. വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് തങ്ങൾ വളരെ കാര്യങ്ങൾ അല്ലാതെ താൻ വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് പുറത്തുപോയത് എന്നതിൻ്റെ ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും അത് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം MLA-മാരിൽ പൂർണ്ണമായ പിന്തുണ ഉള്ളത് KC വേണുഗോപാലിനാണ് എന്നത് പറയാതെ പറയുകയാണ്. അനൗദ്യോഗികമായിട്ടും ഔദ്യോഗികമായിട്ടും ആ തരത്തിലുള്ള അല്ലെ പട്ടിക പുറത്തു വന്ന അത് വളരെ ഒറിജിനലാണ് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അടിസ്ഥാനമാക്കിയല്ല അതല്ല തങ്ങളുടെ റിപ്പോർട്ടിൽ റിഫ്ലക്ട് ചെയ്യുക എന്നതാണ് ഒരു മുഗൾ വാസനയ്ക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിലൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഈ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെയധികം വലിയൊരു ഭൂരിപക്ഷം തന്നെയാണ് MLA-മാരുടെ കാര്യത്തിൽ KC വേണുഗോപാലിന് അനുകൂലമായുള്ളത്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അത് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും അത് ഓരോ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. പക്ഷേ VD സതീശന് അനുകൂലമായിട്ടാണ് പൊതുവികാരം, VD സതീശന് അനുകൂലമായിട്ടാണ് ഘടകകക്ഷികളുടെ വികാരം. ഈ കാര്യങ്ങൾ ഒക്കെ കൂടി മനസ്സിലാക്കണം. അത് നേതാക്കളുടെയോ അല്ലെങ്കിൽ MLA-മാരുടെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമെടുത്താൽ സർക്കാർ രൂപീകരണം മാത്രമായിരിക്കില്ല, വലിയ പ്രതിഷേധം നമ്മൾ കാണേണ്ടി വരും. അത് തന്നെ രതീഷ്, അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാലിൻ്റെ മുമ്പിൽ സമ്മർദ്ദമുള്ളത്. കാരണം അദ്ദേഹം സ്വയം ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള രീതിയിലുള്ളൊരു വിഭാഗം ഹൈക്കമാൻഡിൽ അഭിപ്രായമുണ്ട്. അതിൻ്റെ മറ്റൊരു തരത്തിലുള്ളൊരു കാര്യമാണ് ഇന്ന് മുകുൾ വാസനിക്ക് പറഞ്ഞത്. തൻ്റെ കയ്യിൽ നിന്ന് ചോർന്നത് ഒറിജിനൽ തന്നെയാണ്, പക്ഷേ അതല്ല റിഫ്ലക്റ്റ്. അതായത് MLA-മാരുടെ മുഴുവൻ പേരുകളുമുണ്ട്, പക്ഷേ ഞങ്ങളെ റിപ്പോർട്ട് സമഗ്രമായിട്ടാണ്, ഇതുമാത്രം ഒന്നു വെച്ചല്ല ഞങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഇന്ന് പറയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈ യോഗത്തിൽ നിരീക്ഷകർ തങ്ങളുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മല്ലികാർജ്ജുന ഖാർഗെയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമാണ്. രാഹുൽ ഗാന്ധി ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള യോഗം അത് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി അടക്കമുള്ള ഹൈക്കമാൻഡ് മാത്രം തീരുമാനിക്കുന്ന തലങ്ങളിലേക്ക് പോഴും അവിടെ എന്ത് തീരുമാനമെടുത്താലും അതിന് മുമ്പായിട്ട് ഈ 3 പേരെയുമായി ചർച്ച നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഫോണിൽ നേരിട്ട് വിളിച്ച് ചർച്ച നടത്താനാണ് സാധ്യത. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും പാക്കേജുകൾ ഉരുത്തിരിയുമോ എന്ന കാര്യമല്ല. ഏതായാലും KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം KC വേണു ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്, MLA-മാരെ പിന്തുണയുമുണ്ട്. അദ്ദേഹം സ്വയം പിൻവാങ്ങിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഈ തരത്തിൽ വിജയിക്കാനാവുമെന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന് സ്വയം പിൻവാങ്ങാൻ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുള്ള മറ്റു മുതിർന്ന നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കാര്യത്തിൽ ഇനിയൊരു തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്ത് തീരുമാനമെടുക്കും അതായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമായി നിരീക്ഷകരുടെ അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ടുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് തീരുമാനമായിരിക്കുമോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തൻ്റെ ഏറ്റവും അനുയായിയായ അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും അടുത്ത വലത്തുകൈ എന്ന് പറയുന്ന KC വേണുവിൻ്റെ പേര് ഒറ്റയടക്ക് പ്രഖ്യാപിക്കുകയാണോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. എന്നാൽ രാഹുൽ ആ കാര്യത്തിലേക്ക് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നത്. സുതാര്യമായ പ്രോസസ് കേരളത്തിലെ ജനതകൾ കൂടി അല്ലെങ്കിൽ കോൺഗ്രസിലെ സാധാ പ്രവർത്തകർ കൂടി ഉൾക്കൊള്ളാവുന്ന ഒരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് അജയ് മാക്കൻ വ്യക്തമാക്കിയത്. എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അജയ് മാക്കൻ പറയുന്നത്. ഏതായാലും രുചീഷ്, ഒരു കാര്യം ഉറപ്പാണ്, നിരീക്ഷകർ അവരുടെ ജോലി ചെയ്തു തീർത്തിരിക്കുന്നു. ഇനി പന്ത് ഹൈക്കമാൻഡ് കോർട്ടിലാണ്. തീർച്ചയായും ഇനി അത്തരത്തിലുള്ള നിർണായകമായ ആ പ്രഖ്യാപനമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.